പ്രിയ സുഹൃത്തെ, ജീവിതം ഒരുപാട് പ്രതീക്ഷകളും പരീക്ഷണങ്ങളും നിറഞ്ഞതാണ്. നമ്മൾ ഓരോ ദിവസവും പഠനത്തിലും ജോലിയുമായി ബന്ധപ്പെട്ടും ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ പലപ്പോഴും അത് നമ്മളെ ആശങ്കയും ഭയവും നിറഞ്ഞ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകും. നാളെ എന്താകും എന്നൊരു ചോദ്യമാണ് നമ്മളുടെ ഉള്ളിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്നത്. എന്നാൽ യേശു പറഞ്ഞ ഒരു ചെറിയ വാക്ക് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണെ, വയലിലെ ലില്ലിപ്പൂക്കളെ നോക്കി പഠിക്കാൻ. അതെ, ലില്ലി ലോകത്തിലെ ഏറ്റവും സുന്ദരമായ പൂക്കളിലൊന്നാണ്. അതിന്റെ നിറം, വെളുത്ത നിറം, ശുദ്ധിയുടെയും പരിശുദ്ധിയുടെയും അടയാളമാണ്. പ്രിയപ്പെട്ടവരുടെ, നിങ്ങളുടെ കാലഘട്ടം അത്യന്തം പ്രാധാന്യമുള്ളതാണ്. ജീവിതത്തിന്റെ അടിത്തറ പണിയുന്നത് നിങ്ങളുടെ യൗവന കാലഘട്ടത്താണ്. ലോകം നമ്മെ പലപ്പോഴും വഴിതെറ്റിക്കാൻ ശ്രമിക്കും. തെറ്റായ ബന്ധങ്ങൾ, ആത്മാർത്ഥതയില്ലാത്ത വ്യക്തിത്വങ്ങൾ, ഇതൊക്കെയുള്ള സാഹചര്യത്തിലും ലില്ലിപ്പൂ പോലെ ശുദ്ധിയും സത്യവും നിറഞ്ഞ ജീവിതം നമ്മൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ലില്ലി ലോകത്തോട് ചേർന്ന് പോകുന്നില്ല. അതിന്റെ സൗന്ദര്യം അതിന്റെ സ്വന്തം പ്രത്യേകതയാണ്. അതുപോലെ നിങ്ങൾക്കും ഈ ലോകത്തോടല്ല, ക്രിസ്തുവിനോടും ക്രിസ്തുവിന്റെ വചനത്തിലോടും ഉറച്ചു നിൽക്കാൻ സാധിക്കട്ടെ. ലില്ലിയെ സംബന്ധിച്ചിടത്തോളം ബൈബിളിൽ പറയുന്നത് ലില്ലി ഒന്നും പരിശ്രമിക്കുന്നില്ല, അല്ലെ? പക്ഷേ അതിന്റെ ലൈഫ് ഭംഗിയായി തന്നെ മുൻപോട്ട് പോവുകയാണ്. അപ്പം നമുക്ക് മുൻപോട്ട് വെക്കുന്ന ആശയം ഇത് തന്നെയാണ്: ടെൻഷൻ അടിക്കുക നിർത്തുക. ദൈവം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഭംഗിയായി, ഏറ്റവും ഭംഗിയായി നമ്മളെ മുൻപോട്ട് നയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. ലില്ലി പൂവെന്ന് പറയുന്നത് വളരെ മനോഹരമുള്ള പൂ മാത്രമല്ല, നല്ല സുഗന്ധവുമുണ്ട്. എവിടെ നട്ടാലും അതിന്റെ സുഗന്ധം നമ്മളെ മാടി വിളിക്കുക തന്നെ ചെയ്യും. അതുപോലെ നമ്മുടെ ജീവിതത്തിലും കർത്താവിന്റെ സാക്ഷ്യം നിറഞ്ഞവരായി മാറട്ടെ. നമ്മുടെ സംസാരത്തിൽ കരുണയുടെ സുഗന്ധമുണ്ടാകട്ടെ. നമ്മുടെ സൗഹൃദങ്ങളിൽ സ്നേഹത്തിന്റെ സുഗന്ധമുണ്ടാകട്ടെ. നമ്മുടെ പ്രവൃത്തികളിൽ വിശ്വാസതയുടെയും ആത്മാർത്ഥതയുടെയും സുഗന്ധം ഒരു ലില്ലിപ്പൂവിനെ പോലെ പടർത്താൻ നമ്മൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ലില്ലിയുടെ മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് ഏത് ചെളിയിലും വളരും. എങ്കിലും ആ ചെളിയുടെ ദുർഗന്ധം അതിലേക്ക് കടന്നു വരത്തില്ല. ആ ചെളിയുടെ ദുർഗന്ധമല്ല, അതിന്റെ സ്വന്തം സുഗന്ധമാണ് അത് പകർത്തുന്നത്. നമ്മളും അങ്ങനെ തന്നെയല്ലേ? നമ്മളും ഈ ലോകത്തിൽ തന്നെയല്ലേ ജീവിക്കുന്നത്? ചെളി നിറഞ്ഞ ദുർഗന്ധം വമിക്കുന്ന ഈ ലോകത്തിൽ ലില്ലിപ്പൂവിനെ പോലെ ആ ദുർഗന്ധമേറാതെ സുഗന്ധം പരത്തുവാൻ, നേരത്തെ പറഞ്ഞതുപോലെ കരുണയുടെയും സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ആത്മാർത്ഥതയുടെയും ഒക്കെ സുഗന്ധം പകർത്തുവാൻ നമുക്കും സാധിക്കട്ടെ. ലോകം ഏത് തെറ്റായ വഴി കാണിച്ചാലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. അത് മറ്റുള്ളവർക്കൊരു പ്രകാശവും അനുഗ്രഹവും ആവുക തന്നെ ചെയ്യും. ലില്ലിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രത്യേകത, ലില്ലി വർഷം തോറും വീണ്ടും വിരിയും. അത് പുതുജീവിതത്തിന്റെയും പ്രത്യാശയുടെയും അടയാളമാണ്. ജീവിതവും അങ്ങനെ തന്നെയാണ്. യേശുവിലുള്ള ഓരോ ദിവസവും ഒരു പുതിയ ദിവസമാണ്. ഓരോ ദിവസവും തുടങ്ങുമ്പോൾ എന്റെ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് സ്വയം ചിന്തിക്കുക. ഓരോ ദിവസവും കർത്താവിലേക്കുള്ള വിളിയായി സ്വയം ചിന്തിച്ചു തന്നെ മുന്നേറാൻ ശ്രമിക്കുക. ലോകം നിങ്ങളിൽ നിന്നും ഏറെ പ്രതീക്ഷിക്കുന്നു. എന്നാൽ അതിനപ്പുറം ദൈവം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ലില്ലിപ്പൂ പോലെ സുഗന്ധം പരത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ലില്ലി ഒന്നും ശ്രമിക്കാതെ ദൈവം അലങ്കരിക്കുന്നത് പോലെ ദൈവത്തിൽ ആശ്രയിക്കുന്ന നിങ്ങളെയും അവൻ അലങ്കരിക്കും. ലില്ലി ചെളിയിലും സുഗന്ധം പടർത്തുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തും നിങ്ങളുടെ ലോകത്തും പ്രകാശവും പ്രത്യാശയും വിതറുവാൻ നിങ്ങൾക്കും സാധിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലില്ലി പോലെ ശുദ്ധിയും വിശ്വാസവും നിറഞ്ഞവരായി യേശുവിൽ പ്രത്യാശയോടെ ജീവിക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതം ദൈവത്തിനും മനുഷ്യർക്കും പ്രിയങ്കരമായ ഒന്നായി മാറും.